നന്ദേട്ട, നമുക്കറിയാം ഈ ഷിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളായിരുന്നല്ലോ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആത്മധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ നൽകിയത്. കാരണം അതുവരെ കൊളോണിയൽ വ്യവസ്ഥയിൽ അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യമായിരുന്നു. ഒരു പുത്തൻ ഉണർവ് തന്നെയല്ലേ ഇതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്? തീർച്ചയായിട്ടും ഈ 1893 അത് ഭാരതത്തിൻ്റെ ആധുനിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു വർഷമാണ്. അതുകൊണ്ടാണ് ഫിലിപ്പ് എം ഗോൾബർഗ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥം അമേരിക്കൻ വേദ എന്ന പുസ്തകത്തിലൂടെ സമർത്ഥിക്കുന്നത് പാശ്ചാത്യ നാടിൻ്റെ ചരിത്രത്തെ തന്നെ ഒരർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദന് മുമ്പ്, സ്വാമി വിവേകാനന്ദന് പിമ്പ് എന്ന നിലയിൽ വിഭജിച്ച ഒന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ സന്ദർശനവും ഷിക്കാഗോ പ്രസംഗവും. അത്രയ്ക്ക് മഹത്തരമായ ഒന്നാണ്. അതുതന്നെയാണ് ഭാരതത്തിലും സംഭവിച്ചത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ഭാരതത്തിൻ്റെ ശാസ്ത്രോന്നതിയുടെ ചരിത്രം, ഭാരതത്തിൻ്റെ സ്വത്വത്തിലൂന്നി നിന്നുകൊണ്ടുള്ള സാഹിത്യ നിർമ്മിതികളുടെ ചരിത്രം, ഇതിലൊക്കെ വലിയൊരു ഉണർവുണ്ടായത് സ്വാമിജിയുടെ ആ പ്രസംഗത്തോടു കൂടിയിട്ടാണ്. സ്വാമിജിയുടെ ആ പ്രസംഗവും അദ്ദേഹത്തിൻ്റെ ആ സിംഹസമാനമായ ആ നിലയെക്കുറിച്ചും ഒരു സാഹിത്യകാരൻ വർണ്ണിക്കുന്നത് ഭാരതം ആ കാലഘട്ടത്തിൽ അതീവ ദുർബലനായ ഒരു വ്യക്തിയെപ്പോലെ പാശ്ചാത്യ കോയ്മയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു വരുന്നു. ആ ദുർബലനായ വ്യക്തി ആ കൊടുങ്കാറ്റിൽ പെട്ടുലഞ്ഞൊരു വലിയ കിടങ്ങിലേക്ക് വീഴാൻ തയ്യാറായി നിൽക്കുന്നൊരവസ്ഥ, ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്. അവിടെയാണ് സ്വാമി വിവേകാനന്ദൻ ആ ആഞ്ഞടിച്ചു വന്ന പാശ്ചാത്യ കോയ്മയുടെ കൊടുങ്കാറ്റിന് മുന്നിൽ മാറുവിരിച്ച് വാ നമുക്കൊന്ന് നോക്കാം എന്ന മട്ടിൽ നിന്ന് ഈ ഭാരതമെന്ന മൊത്തം സമൂഹത്തെയും അതിൻ്റെ പ്രതിനിധിയായ ആ വ്യക്തിയെയും രക്ഷിക്കുന്നു എന്നൊരു സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രക്ഷിക്കുകയും സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ പ്രേരണ കൊടുക്കുകയും വിപ്ലവകാരികൾക്ക് മുഴുവൻ പ്രേരണ നൽകുകയും, അത് വിപ്ലവകാരികൾക്ക് മാത്രമല്ല മഹാത്മാഗാന്ധിജി ഉൾപ്പെടെയുള്ള മിതവാദികളെന്നറിയപ്പെടുന്ന ആളുകൾക്കും ഒരുപോലെ തന്നെ പ്രേരണ നൽകിയ ഒന്നായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ സന്ദർശനവും ആ ഷിക്കാഗോ പ്രസംഗവും. ഇത് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ പ്രേരണ നൽകി. ഞാൻ നേരത്തെ നിക്കോളാസ് ടെസ്ലയെക്കുറിച്ച് പറഞ്ഞു. ഫോഴ്സും എനർജിയും, ഫോഴ്സും മാറ്ററും അത് ഇൻ്റർ കൺവെർട്ടബിൾ ആണ്, പരസ്പരം പരിവർത്തനം ചെയ്യപ്പെടാൻ കഴിയുന്നതാണ് എന്ന് ആൽബർട്ട് ഐൻസ്റ്റീനും മുമ്പേ കണ്ടെത്തിയ ടെസ്ലയ്ക്ക് ആ പ്രേരണ, സത്യത്തിൽ ഊർജം എന്നതിന് പ്രാണൻ എന്ന വാക്കും മാറ്ററിന് ആകാശ തത്വത്തെയും പറഞ്ഞുകൊടുത്ത ആ മഹാത്മാവ് ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കും പ്രേരണ നൽകി. ഭാരതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആധുനികകാല ശാസ്ത്രജ്ഞന്മാരും അവരുടെ ആശയത്തിൻ്റെ പ്രേരണ സ്വാമി വിവേകാനന്ദനിൽ നിന്ന് കണ്ടെത്തുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു മുന്നേറ്റത്തിന്, ഒരു ഉണർവിന്, ആധുനിക നവോത്ഥാനത്തിൻ്റെ ഒരു മഹാനായ പ്രേരണാശക്തിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തെ എന്ന പോലെ തന്നെ പാശ്ചാത്യ ചരിത്രത്തെയും സ്വാമി വിവേകാനന്ദൻ്റെ ആ ഇടപെടൽ രണ്ടായി തിരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദന് മുമ്പ്, സ്വാമി വിവേകാനന്ദന് ശേഷം. കാലത്തെപ്പോലും രണ്ടാക്കി തിരിക്കാൻ പോകുന്ന അദൃശ്യമായ, അത്യുജ്വലമായ, അപ്രതിരോധ്യമായ ഒരു മഹാഹൈന്ദവ ശക്തിയുടെ യഥാർത്ഥ പ്രതീകമായിരുന്നു സ്വാമി വിവേകാനന്ദൻ.